ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പത്മാവതി അമ്മയെ പറഞ്ഞങ്ങ് പേടിപ്പിക്കുകയാണ് സുസ്മിത. ഗാർഹിക പീഡനത്തിന് നിങ്ങളെ ജയിലിലേക്ക് അടയ്ക്കുക തന്നെ ചെയ്യും. ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, പക്ഷേ ഞാൻ ചാവുക തന്നെ ചെയ്യും. നിങ്ങൾ എനിക്കിവിടെ തരുന്ന ആഹാരമോ വെള്ളമോ ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു മണി ചോറോ ഒരു തുള്ളി വെള്ളമോ ഒന്നും ഞാൻ കഴിക്കില്ല. അങ്ങനെ ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചാവും. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പട്ടിണി കിടന്നാണ് മരിച്ചത് എന്നൊക്കെ തെളിയും. അങ്ങനെ നിങ്ങളും തൂങ്ങും, നിങ്ങളുടെ മകനും തൂങ്ങും. അഡ്വക്കേറ്റ് അമീർ അബ്ദുള്ളയൊക്കെ നിങ്ങളെ കോടതിയിൽ നിർത്തി പൊരിക്കും. സ്ഥലം എൻ്റെ ചിറ്റപ്പനാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ പത്മാവതി അമ്മ അങ്ങ് പേടിക്കുകയാണ്. പേടിച്ച് വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നേരിയതിൻ്റെ തുമ്പ് കൊണ്ട് പത്മാവതി അമ്മ വിയർപ്പൊക്കെ തുടക്കുകയാണ്. സുസ്മിത അത് കരുതിക്കൂട്ടി പറയുന്നത് തന്നെയാണ്. പക്ഷെ വീണ്ടും വീണ്ടും പറയുമ്പോൾ പത്മാവതി അമ്മ അങ്ങ് പേടിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് അധികകാലം എത്തുന്നതിന് മുമ്പേ മരിച്ചാൽ സ്ത്രീധനം തരാത്തതിൻ്റെ പേരിലാണ് എന്നൊക്കെ നാട്ടുകാരങ്ങ് വിശ്വസിച്ചോളും. ആരും കേസ് കൊടുത്തില്ലെങ്കിലും സ്വമേധയാ പോലീസ് കേസ് എടുക്കും. നിങ്ങൾ ആഴിക്കുള്ളിലാകും, നിങ്ങളെ ഞാൻ പൂട്ടും തള്ളയെന്നൊക്കെ അങ്ങ് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഇവളിനി ഇതുപോലെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ പത്മാവതി അമ്മ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് ആകെ പേടിക്കുന്ന പത്മാവതി അമ്മ സുസ്മിതയുടെ അടുത്ത് നിന്നങ്ങ് മാറിപ്പോവുകയാണ്. തള്ളയെ നിങ്ങളെ ഞാൻ പൂട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടു കൂടി സുസ്മിത പത്മാവതി അമ്മയെ ഭയപ്പെടുത്താനായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൂട്ടിക്കൊണ്ട് കുടുംബശ്രീയിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം അകത്താണെങ്കിൽ ആകെ ബഹളമാണ്. ഹോട്ടലിനകത്ത് ഒരു സ്ഥലത്ത് ശാരദാമ്മയാണെങ്കിൽ അങ്ങ് തലയ്ക്ക് കൈയും വെച്ചിരിക്കുകയാണ്. ശ്യാമയും പിന്നെ ശാരിയും കൂടി വഴക്ക് കൂടുകയാണ്. ഓരോ പാത്രമൊക്കെ ആയിട്ട് ഓരോരുത്തർ സ്വന്തമാക്കുകയാണ്. ശ്യാമ ഒരു പാത്രം എടുക്കുമ്പോൾ അത് വേണമെന്നും പറഞ്ഞ് ശാരിയെ പിടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെയാണ്. ഇതൊക്കെ കണ്ട് തളർന്ന് ശാരദാമ്മ ഇരിക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഒരു പഴമൊക്കെ തൊലിച്ച് നിന്ന് കാഴ്ചയൊക്കെ കണ്ട് രസിച്ചങ്ങ് ഇരിക്കുകയാണ് ബാലചന്ദ്രനും ആ കൂട്ടുകാരും ഒക്കെ. പക്ഷേ പിന്നെ രാജിക്കോ ശാന്തയ്ക്കോ ശങ്കരേട്ടനോ കുറുപ്പ് സാറിനോ ഒന്നും പറയാൻ കഴിയാതാകാതെ നിസ്സഹായമായിട്ട് അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് ജീപ്പിൽ നിന്നും ശാലിനി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അളക്കുന്നവരെയൊക്കെ കൊണ്ട് ശാലിനി അന്തം വിട്ട് നോക്കിയാണ്. ഈ സമയത്താണ് ആ കുടുംബശ്രീയിലെ ബഹളമൊക്കെ കേൾക്കുന്നത്. തുടർന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ പിടിയും വലിയും ഒക്കെ നടക്കുകയാണ്, പാത്രങ്ങൾ കൈക്കലാക്കാനായിട്ട്. തുടർന്ന് എന്താ അമ്മ എന്താ എവിടെയും ചോദിക്കുമ്പോൾ നീ തന്നെ അങ്ങോട്ട് ചെന്ന് ചോദിയില്ലെന്നും പറഞ്ഞ് ശാരദാമ്മ തലയെ കൈയും വെച്ച് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനിയെ കാണുമ്പോൾ ഒരു നിമിഷം നിൽക്കുന്നുണ്ട് ശാരികയും ശ്യാമയും. തുടർന്ന് എന്താ ഇവിടെ എന്നൊക്കെ ശാലിനി വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കണ്ണ് തെറ്റിയപ്പോൾ ഇവിടുത്തെ പാത്രങ്ങൾ മൊത്തം സ്വന്തമായിട്ട് ഇവർ തുടങ്ങുന്ന പുതിയ ഹോട്ടലിലേക്ക് വേണ്ടി അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു സ്പൂൺ എങ്ങാനും എടുത്താലുണ്ടല്ലോ കൈ ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞ് ശാരിക്ക് നേരെ എങ്ങ് വഴക്ക് പറയുകയാണ് ശ്യാമ. അന്നേരം നീ ഒന്ന് നിർത്ത്, ഇവരെന്നൊന്നും പറയാതെ ഞാൻ ചോദിക്കാം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. എന്താ ശാരി ചേച്ചി ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ പോണു, അതിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ എടുക്കുകയാണ് എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത്, ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഹോട്ടൽ ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് വേറെ തുടങ്ങിക്കൂടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഈ നിസ്സാര കണക്കും വഴക്ക് കൂടലും ഒക്കെ കേട്ടിട്ട് അവർക്കാണെങ്കിൽ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. കണ്ട് രസിച്ച് ബാലേന്ദ്രൻ ഇരിക്കുന്നുണ്ട്. ആ ബാലേന്ദ്രൻ്റെ ഒരു രൂക്ഷമായിട്ട് നോട്ടമൊക്കെ വിഷ്ണു നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ബാലേന്ദ്രൻ കണക്കാക്കുന്നില്ല. തുടർന്നും പിന്നെ ശാരികയാണെങ്കിൽ അങ്ങ് വാദിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഹോട്ടലുണ്ടെന്നും പറഞ്ഞ് എനിക്ക് തുടങ്ങണം, എനിക്ക് ആവശ്യമായ സാധനങ്ങളാണ്. നീ മൊബൈൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ എവിടെ നിന്നാണ് പാത്രങ്ങളൊക്കെ എടുത്തതെന്ന് ആര് കണ്ടു എന്നും പറഞ്ഞ് ശാലിനിയെ പുച്ഛിക്കുന്നുണ്ട്. അതായത് ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഞാൻ മൊബൈൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ആവശ്യമായ പാത്രങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങിയതാണ് എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തോടെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ അണ്ടാവിൻ്റെയും പാത്രങ്ങളുടെയും ഒക്കെ എണ്ണം കുറഞ്ഞത്? ഇവിടുത്തെ അടുക്കളയിൽ തീ ഊതി ജീവിതം മൊത്തം നാശമാക്കി എനിക്ക് ഇവിടുത്തെ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ എണ്ണം വരെ അറിയാം എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് എന്നാക്കി അങ്ങ് മുഖം തിരിക്കുന്നുണ്ട്. ആ ഒരു കണക്കൊക്കെ കേട്ടിട്ട്. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, അതിന് ചേച്ചി ആദ്യം ഈ ശാരി ചേച്ചി എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെന്ന് വിളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു രാജീവ് സാറിൻ്റെ കൂടെ ഒരു മെസ്സ് തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പാത്രങ്ങളല്ലേ കൊണ്ടുപോയത്, അതിൽ നിന്ന് ഒരു സ്പൂൺ പോലും തിരികെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിന് പാത്രങ്ങളൊക്കെ കൊടുത്തയക്കാൻ നിന്നോട് പറഞ്ഞോടി എന്നും പറഞ്ഞ് ശ്യാമയ്ക്ക് നേരെ തിരിയുകയാണ് ശാരിക. അന്നേരം കഷ്ടം, മതി നിർത്ത് എന്ന് അവസാനം കുറുപ്പ് സാർ ഒരു വാക്ക് പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങളുടെ ബഹളം കേട്ടിട്ട്.
തുറന്ന് ആകെ ദേഷ്യത്തോടു കൂടിയും കുറുപ്പ് സാർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എല്ലാവരും പറയും ശാരദാമ്മയുടെ മക്കളെ കണ്ട് പഠിക്കാനായിട്ട് സ്വന്തം മക്കൾക്കുള്ള ഒരു പിടി ചോറ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ നാട്ടുകാർക്ക് ദാനം കൊടുക്കുന്ന ഈ ശാരദാമ്മയുടെ മക്കളാണോ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെയും സ്പൂണിൻ്റെയും പേര് പറഞ്ഞിങ്ങനെ തല തല്ലി ചാവുന്നത്, കഷ്ടം തന്നെ എന്നും പറഞ്ഞിങ്ങനെ കുറുപ്പ് സാർ അങ്ങ് മുഖം തിരിക്കുകയാണ്. അന്നേരം ആകെ വിഷമിച്ച് വിഷ്ണു നിൽക്കുന്നുണ്ട്. പക്ഷെ ശാരികയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ശാലിനിയും ശ്യാമയും ഒക്കെ അടങ്ങി നിൽക്കുന്നുണ്ട്. ശ്യാമയും ശാലിനിയുടെ പക്ഷത്താണ്. പക്ഷെ ശാരികയ്ക്ക് ബാലേന്ദ്രനാണല്ലോ കൂട്ട്. തുടർന്ന് ബാലചന്ദ്രൻ ചെന്ന് ശാരികയുടെ ചെവിയിലേക്ക് പറയുന്നുണ്ട്, ശാരിക ഇതൊന്നും കേട്ട് ഒന്നും തോന്നണ്ട, ഇപ്പൊ കിട്ടിയാ കിട്ടി, വേണമെങ്കിൽ എല്ലാം എടുത്തോ, അല്ലെങ്കിൽ തേഞ്ഞു എന്ന് പറയുമ്പോൾ വീണ്ടും ശാരികയുടെ അഹങ്കാരം അങ്ങ് തലപൊക്കുകയാണ്. തുടർന്ന് ആകെ ദേഷ്യത്തോടു കൂടി ശാലിനി ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബാലചന്ദ്ര, നീ ഒരു ചെന്നായയാണ്, ആടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ആ രക്തം നക്കി കുടിക്കുന്ന ചെന്നായ. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ശാരികേച്ചി ഇവിടെ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ചെന്നായാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. പക്ഷെ ശാരിക ഇവിടെ തന്നെ ഹോട്ടൽ തുടങ്ങും എന്നിങ്ങനെ പറയുമ്പോൾ അധികം നെഗളിക്കണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് ശാലിനി ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ശാരിക ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അങ്ങ് ബാലേന്ദ്രൻ നിൽക്കുന്നത് കണ്ടിട്ട് തുടങ്ങും എന്നൊക്കെ ബാലേന്ദ്രൻ വെല്ലുവിളിക്കുമ്പോൾ വിഷ്ണുവിനങ്ങ് കലി കയറുകയാണ്. എടാ പന്നെ, നീ കുറെ നേരമായി തുടങ്ങിയിട്ടെന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് കൈയും ചുരുട്ടിക്കൊണ്ട് വിഷ്ണു ചെല്ലുകയാണ്. ഒരുവിധം ശാലിനി വിഷ്ണുവിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. വേണ്ട വിഷ്ണു ഏട്ടാ, അവൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ താഴണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒന്ന് മയപ്പെടുത്തി നിർത്തുകയാണ് ശാലിനിയെ. ഈ സംസാരത്തിനൊക്കെ ഇടയ്ക്ക് ശാരദാമ്മ അങ്ങ് അവിടെ ഇരുന്ന് വിഷമിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് നമുക്ക് നോക്കാം വിഷ്ണു ഏട്ടാ, ഇത് എങ്ങനെയാണ് ഒതുക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയെ വിളിക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശാരദാമ്മയെ കാണുന്നില്ല. അങ്ങനെ അമ്മ ഇത് എവിടെ പോയി എന്നും പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വിഷ്ണുവും കൂടെ ഇറങ്ങുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, ഈ തോറ്റ് മടങ്ങുമ്പോൾ ചമ്മൽ ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെയുള്ള പഞ്ച് ഡയലോഗൊക്കെ സാധാരണയാണ്, ശാരീരിക പാത്രങ്ങൾ എടുത്തോ എന്ന് പറയുകയാണ്. തുടർന്ന് ശാരിക പോയി വേറൊരു ചരിവ് എടുക്കുമ്പോൾ എടുക്കരുതെന്നും പറഞ്ഞ് ശ്യാമ പിടിച്ചു വാങ്ങുകയാണ്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴയതുപോലെ വീണ്ടും പിടിവലിയാണ്. തലേ കൈയും വെച്ചും അങ്ങ് കാണാൻ കെട്ട ഒരവസ്ഥയിൽ നിൽക്കുകയാണ് കുറുപ്പ് സാറും ശങ്കരേട്ടനും രാജിയും ശാന്തയും ഒക്കെ. പക്ഷെ കണ്ട് രസിച്ച് ബാലേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹോട്ടലിനകത്ത് നടക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങ് കരഞ്ഞ് തളർന്ന് നിൽക്കുകയാണ്. അന്നേരം ശാലിനിയും വിഷ്ണുവും കൂടി വരുന്നുണ്ട്. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ശാരി ചേച്ചി ഒരു ഹോട്ടൽ തുടങ്ങുന്നതിനാണോ അമ്മ എങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഹോട്ടൽ തുടങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനല്ലേ, അവളെ അങ്ങനെ ഒരു സംരംഭത്തിന് ആദ്യമായിട്ട് ഉപദേശിച്ചത് ഞാൻ തന്നെയാണ്. അതിപ്പോൾ കൺവെട്ടത്തായാൽ അതും നല്ലത് തന്നെ. പിന്നെ ലാഭത്തിൻ്റെ കണക്കൊക്കെ ആണെങ്കിൽ എല്ലാ പൈസയും ഒരു പാത്രത്തിലല്ലേ വീഴുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ പറയുമ്പോൾ ഇവിടെ ലാഭക്കണക്കൊന്നും അല്ല അമ്മേ കാര്യം. ആ ബാലചന്ദ്രൻ എന്തിനാണ് ശാരി ചേച്ചിയെ കൊണ്ട് നടക്കുന്നത് എന്നിട്ടും വലയിലാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ശാരികേച്ചി മാത്രം തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ അവളെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ. അവൾ വേണമെങ്കിൽ അവൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. അവൾ വേണമെങ്കിൽ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അങ്ങനെ ശാരദ വളർത്തിയ മക്കളെല്ലാം തമ്മിൽ തല്ലുന്നു. ഇനി ശാരദ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? മക്കൾക്കിടയിലുള്ള മത്സരത്തിന് വിസിലടിക്കാനോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് അങ്ങ് ശാരദാമ്മ അങ്ങ് കരയുകയാണ്. അന്നേരം അങ്ങനെയല്ല ശാരദാമ്മയെന്നും പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ മക്കളെ കുറിച്ചും മക്കളെ വളർത്തിയ ആ ഒരു പഴയ കഷ്ടപ്പാടിനെ കുറിച്ചും ഒക്കെ ശാരദാമ്മ അവിടെ പറയുന്നുണ്ട്. 3 മക്കളെയും കൊണ്ട് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു തീ ഉണ്ടായിരുന്നു, ആ മക്കൾ കൂടെ നിൽക്കും എന്നുള്ളത്. ഇനി നിനക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് ചോദിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അന്തമിട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് വിഷ്ണുവിനോടും പറയുന്നുണ്ട്, മോനും വേണമെന്ന് വെച്ചാൽ ചോദിച്ചോ, ഇവൾക്ക് ഓഹരിയായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, എല്ലാം ചോദിക്കാമെന്ന്. പക്ഷേ ശാരദാമ്മയുടെ ആ ഒരു വിഷമം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അന്നേരം ആ ശാരദാമ്മ പറയുന്നത് കേട്ട് ശാരദാമ്മ എന്നിങ്ങനെ വിഷമത്തോടെ വിഷ്ണു വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് അമ്മ കരുതണ്ട. എന്തായാലും ശാരദാമ്മ മക്കൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ അശരണർക്കും അഗതികൾക്കും ഒക്കെ ഒരു നേരത്തെ അന്നം കൊടുത്ത ശാരദാമ്മയുടെ ഈ ശ്രമമൊന്നും പാഴായി പോകാനായിട്ട് ഈ ശാലിനി എന്തായാലും സമ്മതിക്കില്ല. ശാരദാമ്മ തുടങ്ങിയെടുത്ത് നിന്ന് ഈ ശാലിനി തുടങ്ങാൻ പോവുകയാണ്. ആ ശത്രുക്കൾക്ക് തീ എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ആത്മവിശ്വാസത്തോടു കൂടി വെല്ലുവിളിയൊക്കെ നടത്തുകയാണ് ശാലിനി അവിടെ നിന്ന്. എല്ലാവരെയും ഈ ഹോട്ടൽ വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് ശാരദാമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ശാലിനി അവിടെ.
ഇതേസമയം രാഘവൻ നായരാണെങ്കിൽ പ്രീതിയുടെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ, മരുന്നൊക്കെ കഴിച്ചാൽ മതി, കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം കണ്ണിങ്ങനെ ഇമോട്ടുകയും രാഘവൻ നായർ പറയുന്നത് പ്രീതി ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് മഹേശ്വരൻ നമ്പൂതിരിയെ കാണാൻ പോയ സത്യഭാമ തിരികെ വരുന്നത്. രാഘവേട്ടാന്ന് പറഞ്ഞ് വരുമ്പോൾ പ്രീതി ചൂണ്ടി കാണിച്ചിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, അതേ കണ്ടോ ഭാമയെ, നമ്മുടെ മോള് കണ്ണുകളൊക്കെ അനക്കാൻ തുടങ്ങുന്നു, നമ്മൾ പറയുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭാമയ്ക്കും അങ്ങ് സന്തോഷമാകുകയാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, എൻ്റെ പൊന്നു മോള് എന്നൊക്കെ പറഞ്ഞ് പ്രീതിയുടെ തലയിലൊക്കെ തലോടുകയും തല ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിച്ചു രാഘവേട്ട, ഏത് ദൈവമാണ് ഇവിടെ അവതരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പെട്ടെന്ന് മനസ്സിൽ കരുതുകയാണ്, ശാലിനിയുടെ നാടകമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയും ചിലപ്പോൾ ഭാമയുടെ വായിൽ നിന്നും വെളിയിൽ പോവും, പിന്നെ ഇതുവരെ വെള്ളം കോരിയത് വെറുതെ ആയി പോവും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, മരുന്നുകൾ ഫലം കണ്ടതായിരിക്കാം, അങ്ങനെയല്ലേ അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞത്, പിന്നെ ദൈവാനുഗ്രഹവും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം തന്നെയാണ്. ഇന്ന് മഹേശ്വരൻ നമ്പൂതിരി ഇവളുടെ പേരിൽ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു, ഇതിപ്പോൾ പൂജയ്ക്ക് മുമ്പേ ദൈവം പ്രസാദിച്ചല്ലോ എന്നും പറഞ്ഞ് സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് സന്തോഷിക്കുകയാണ്. പ്രീതിയെ തലോടുകയും കൈപിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നേരം രാഘവൻ നായർ മനസ്സിൽ കരുതുകയാണ്, ആ പ്രസാദിച്ച ദൈവം നിന്റെ മരുമകൾ തന്നെയാണ് ഭാമയെ, നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ രാഘവൻ നായർ മനസ്സിൽ കരുതുകയാണ്. നിന്നോട് പറയാൻ നിർവാഹമില്ലല്ലോ എന്നൊക്കെ രാഘവൻ നായർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവേട്ടൻ എന്താ ആലോചിക്കുന്നതെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് രാഘവൻ നായർ വിഷയം മാറ്റുകയാണ്, മഹേശ്വരൻ നമ്പൂതിരി എന്താ പറഞ്ഞതെന്ന്. അന്നേരം ആ സ്റ്റൂളൊക്കെ രാഘവൻ നായരുടെ അടുത്തേക്ക് നീക്കിയിട്ട് പ്രീതിയുടെ അടുത്തേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട് ഭാമ. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവദോഷങ്ങൾ ഒരുപാടുണ്ട്, പഞ്ചകൈലാസത്തിലെ യാത്രയ്ക്ക് ശേഷവും ദോഷങ്ങൾ നമ്മെ വിട്ടു പോയിട്ടില്ല, ദൈവം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീ പാർവതി എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അതെന്താ എന്ന് ചോദിക്കുമ്പോൾ പ്രീതിയുടെ മോള്, അവളുടെ ദൈവാംശം ഉണ്ടായിരുന്നു, ശാലിനി യാദൃച്ഛികമായിട്ടല്ല ആ പാറുമോൾക്ക് ശ്രീ പാർവതി എന്നുള്ള പേരിട്ടത്, എൻ്റെ അമ്മയുടെ ദൈവാംശവും എല്ലാം ആത്മചൈതന്യവും എല്ലാം അവളിലുണ്ടായിരുന്നു, അവളെ അല്ലേ ഞാൻ ഇവിടെ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടത്, അപ്പോൾ ദൈവത്തെയും പെറ്റമ്മയെയും ഇറക്കി വിട്ടത് പോലെയായി, അങ്ങനെയാണ് മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞതെന്നും പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം രാഘവേട്ട എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് കരയുകയാണ്. അന്നേരം പ്രീതി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് അതിന് പരിഹാരമില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ അത് വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു, ധനനഷ്ടവും മാനഹാനിയും അന്യ ദേശസ്ഥലവും വാസസ്ഥലം നഷ്ടപ്പെടലും ഒക്കെയാണ്, അങ്ങനെ ആപത്ത് ഒരുപാടുണ്ട് എന്ന് പറയുമ്പോഴാണ്, കാരണം ചോദിക്കുമ്പോഴാണ് ഈ ശ്രീപാർവതിയുടെ കേസ് പറയുന്നത്. തുടർന്ന് അതിന് പരിഹാരം ചോദിക്കുമ്പോൾ തിരികെ ശ്രീപാർവതിയെ തിരികെ മാപ്പ് പറഞ്ഞ് തിരികെ ഇവിടത്തേക്ക് ആനയിച്ച് കൊണ്ടുവരണം, പിന്നെ അവളുടെ ചോറൂണ് ഇവിടെ വെച്ച് നടത്തണം, അപ്പം ദൈവാംശം തിരികെ വരും, എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഘവേട്ടൻ ഒന്ന് പോയി സംസാരിക്കുമോ വിഷ്ണുവിനോട് ശാലിനിയോടോ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരികയാണ്. തറവാട് മൂടോടെ ഇളകി വീഴാൻ പോകുമ്പോഴും നിന്റെ അഹങ്കാരം ഒന്ന് മാറ്റി വെച്ചൂടെ ഭാമയെ, ഞാൻ പോകില്ല, അവരെ ഇറക്കി വിട്ടത് ഞാനല്ല എന്ന് പറഞ്ഞ് രാഘവൻ നായർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. നീ നമ്മുടെ മോളുടെ കണ്ണുകളിലേക്ക് നോക്കിയേ, പ്രസവിച്ച കുഞ്ഞിനെ ഒന്ന് കാണാനാകാതെ എന്ത് സങ്കടമാണ്, അവളെ ഒന്ന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്താ എന്ന് അവളുടെ ആ കണ്ണുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അവസ്ഥയിൽ അവളെ കൊണ്ട് അങ്ങനെയൊക്കെ നമ്മോട് യാചിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ കണ്ണീരൊക്കെ തുടച്ചിട്ട് തൻ്റെ പേഴ്സിൽ നിന്നും ആ മഹേശ്വരൻ നമ്പൂതിരി പ്രാർത്ഥിച്ച ഭസ്മം എടുത്ത് പ്രീതിയുടെ നെറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ പ്രസാദമാണ്, എല്ലാം നേരെയാവും, പ്രീതി ശാലിനിയെയും വിഷ്ണുവിനെയും കാണാനായിട്ട് അമ്മ തന്നെ പോവും, എങ്ങനെയും അവരെ കൊണ്ട് സംസാരിച്ച് പാറുമോളെ ഞാൻ തിരികെ കൊണ്ടുവരും, ഇത് അമ്മയുടെ വാക്കാണ് എന്ന് പറഞ്ഞിട്ട് തലയിലൊക്കെ തലോടി പ്രീതിയുടെ കവിളിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സത്യഭാമ. ഇത് സത്യഭാമയുടെ വാക്കാണ് രാഘവേട്ട എന്ന് പറഞ്ഞിട്ട് സത്യഭാമയും കരഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് രാഘവൻ നായർക്ക് ആകെ സന്തോഷമാണ്. പ്രീതിയുടെ അടുത്തേക്ക് വീൽചെയർ ഒന്നുകൂടി നീക്കിയിട്ട് ഇരുന്ന ശേഷം, മോളെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാം ശരിയാവും, എല്ലാം കലങ്ങിത്തള, എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരും ആകെ അങ്ങ് സന്തോഷത്തിലാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ തൻ്റെ തുണികളൊക്കെ ഒരു ബാഗിലേക്ക് പറക്കി വെക്കുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് വരുന്നത്, എടോ താനിത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണം വിഷ്ണു ഏട്ടാ, വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ടില്ലേ, എനിക്ക് പോകണം, ഞാനിവിടെ ഉണ്ടായേ പറ്റൂ എന്ന് പറയുമ്പോൾ, എടോ അതൊക്കെ എങ്ങ് വിട്, കുടുംബശ്രീയോ ഹോട്ടലോ ആരെങ്കിലുമൊക്കെ പങ്കിട്ടെടുത്തോട്ടെ, അതിലൊരു വിഹിതവും നമുക്ക് വേണ്ട, നമുക്ക് വീട് നമ്മളെ മോള് അതുപോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം പൊട്ടുകയാണ്. കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നുണ്ട്, അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് വിഷ്ണു ഏട്ടാ നമ്മൾ 3 മക്കളെയും അമ്മ വളർത്തി
വളർത്തിയത്, അമ്മയുടെ സങ്കടം കണ്ടില്ലേ, എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശാലിനി കട്ടിലേക്ക് ഇരുന്ന് കരയുമ്പോൾ എടോ സമാധാനിക്ക് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് സത്യഭാമ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വീട്ടിലേക്ക് എത്തുകയാണ്. വണ്ടി വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. സത്യഭാമ കാറിൽ നിന്ന് ഇറങ്ങിയില്ല, അതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ വീട്ടിലേക്കൊക്കെ നോക്കുകയാണ് ആരെങ്കിലും വെളിയിലുണ്ടോ എന്നുള്ളതൊക്കെ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വിഷ്ണുവിനെയും ശാലിനിയെയും മിക്കവാറും കുഞ്ഞിനെ വിളിക്കാനാണല്ലോ വരുന്നത്, അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് പോകുമായിരിക്കും ശാരദാമ്മ, അങ്ങനെ അല്ല സത്യഭാമ, അങ്ങനെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.